SCERT ആണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് പഠിക്കുന്ന 8ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസ് യൂണിറ്റ് 13 പുതിയ രാഷ്ട്രങ്ങൾ കെട്ടിപ്പടുക്കുന്നു. നോക്കാം. സ്വാതന്ത്ര്യ പ്രഖ്യാപനം. എല്ലാ മനുഷ്യരും തുല്യരായി സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. അവരുടെ സൃഷ്ടാവ് എല്ലാവർക്കും ഒഴിവാക്കാനാവാത്ത ചില അവകാശങ്ങൾ നൽകിയിട്ടുണ്ട്. ജീവിതം, സ്വാതന്ത്ര്യം, ജീവിത സൗഖ്യം എന്നിവയ്ക്കുള്ള അവകാശങ്ങൾ അവയിൽ ഉൾപ്പെടുന്നവയാണ്. ഈ അവകാശങ്ങൾ നേടിയെടുക്കാൻ ഭരിക്കപ്പെടുന്നവരുടെ അംഗീകാരം ലഭിച്ച ഭരണകൂടങ്ങൾ രൂപീകരിക്കപ്പെടണം. ഏതെങ്കിലും ഭരണം ഈ ലക്ഷ്യങ്ങളെ നശിപ്പിക്കുന്ന തരത്തിലാവുകയാണെങ്കിൽ അതിനെ മാറ്റുകയോ ഇല്ലാതാക്കുകയോ ചെയ്യാനുള്ള അവകാശം ജനങ്ങൾക്കുണ്ട്. 18ാം നൂറ്റാണ്ടിൽ അമേരിക്കൻ ജനത തയ്യാറാക്കിയ സ്വാതന്ത്ര്യ പ്രഖ്യാപനത്തിലെ ഒരു ഭാഗമാണ് മുകളിൽ കൊടുത്തിരിക്കുന്നത്. എന്തെല്ലാം അവകാശങ്ങളെക്കുറിച്ചാണ് ഇതിൽ പരാമർശിക്കുന്നത്? ജീവിക്കാനുള്ള അവകാശം, സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം. ഇപ്രകാരം ഒരു സ്വാതന്ത്ര്യ പ്രഖ്യാപനം നടത്താൻ അമേരിക്കയിലെ ജനങ്ങളെ പ്രേരിപ്പിച്ച ഘടകങ്ങൾ എന്തെല്ലാമായിരിക്കുമെന്ന് നോക്കാം. കൊളോണിയൽ നിയന്ത്രണം. മെയ്ഫ്ലവർ എന്നു പേരുള്ള കപ്പലിൽ അമേരിക്കയിലെത്തിയ തീർത്ഥാടക പിതാക്കൾ അഥവാ പിൽഗ്രിം ഫാദേഴ്സ് എന്നറിയപ്പെടുന്ന പ്യൂരിറ്റന്മാരുടെ ഒരു സംഘം വടക്കേ അമേരിക്കയിൽ പ്ലിമൗത്ത് അഥവാ മസാച്യുസെറ്റ്സ് എന്ന കോളനി സ്ഥാപിച്ചു. അപ്പം മെയ്ഫ്ലവർ എന്ന പേരുള്ള കപ്പലിലാണ് ഈ തീർത്ഥാടക പിതാക്കൾ എന്ന് പറയുന്നവർ അമേരിക്കയിൽ എത്തിയത്. അവരുടെ മറ്റൊരു പേരാണ് പ്യൂരിറ്റന്മാർ. പ്യൂരിറ്റന്മാരുടെ ഒരു സംഘം വടക്കേ അമേരിക്കയിലെ പ്ലിമൗത്ത് എന്ന കോളനി സ്ഥാപിച്ചത്. പിൽക്കാലത്ത് 12 കോളനികൾ കൂടി രൂപം കൊണ്ടു. ഈ കോളനികളിൽ വസിച്ചിരുന്നവരിൽ ഭൂരിഭാഗവും ഇംഗ്ലീഷുകാരായിരുന്നു. മാതൃരാജ്യത്തിൻ്റെ പിന്തുണയില്ലാതെ അമേരിക്കയിൽ എത്തിച്ചേർന്ന ഇവരെ നിയന്ത്രിക്കുന്നതിനായി ഇംഗ്ലണ്ടിലെ രാജാവ് കോളനികളിൽ ഗവർണർമാരെ നിയമിച്ചു. കോളനിക്കാരുടെ അസംതൃപ്തിക്ക് ഇത് പ്രധാന കാരണമായി. ആരാണ് പ്യൂരിറ്റന്മാർ? ഇംഗ്ലണ്ടിലെ ഒരു ക്രിസ്തീയ സഭാ വിഭാഗമായിരുന്നു പ്യൂരിറ്റന്മാർ. ആരാധനാ കാര്യങ്ങളിൽ യാഥാസ്ഥിതിക നിലപാടായിരുന്നു ഇവർക്കുണ്ടായിരുന്നത്. രാജ്യത്തെ ഇതര ക്രിസ്തീയ വിഭാഗങ്ങളുമായി ഇവർ സംഘർഷത്തിലായിരുന്നു. ഇതേ തുടർന്ന് ഇവരിൽ ചിലർ സ്വന്തം രാജ്യം ഉപേക്ഷിച്ച് അമേരിക്കൻ ഭൂഖണ്ഡത്തിലേക്ക് കുടിയേറി കോളനികൾ സ്ഥാപിച്ചവരാണ്. വാണിജ്യ നിയന്ത്രണം. ബ്രിട്ടീഷ് ഭരണകൂടം നിയമനിർമ്മാണത്തിലൂടെ കോളനികളിൽ വാണിജ്യ നിയന്ത്രണം കൊണ്ടുവരാൻ ശ്രമിച്ചു. അസംസ്കൃത വസ്തുക്കൾ സംഭരിക്കാനും നിർമ്മിത ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കാനുള്ള കുത്തക കമ്പോളമാക്കി അവർ കോളനികളെ മാറ്റി. ബ്രിട്ടൻ നടപ്പിലാക്കിയ വാണിജ്യ നിയമങ്ങൾ എന്തെല്ലാമെന്ന് പരിശോധിക്കാം. കോളനികളിൽ നിന്ന് കോളനികളിലേക്കുള്ള സാധനങ്ങൾ ബ്രിട്ടീഷ് കപ്പലുകളിലോ കോളനികളുടെ കപ്പലുകളിലോ മാത്രമേ കൊണ്ടുപോകാൻ പാടുള്ളൂ. കമ്പിളി, പുകയില, കപ്പലിൻ്റെ പായ് എന്നീ സാധനങ്ങൾ ഇംഗ്ലണ്ട് വഴി മാത്രമേ യൂറോപ്പിലേക്ക് അയക്കാവൂ. യൂറോപ്പിൽ നിന്ന് സാധനങ്ങൾ ഇംഗ്ലണ്ടിലൂടെ മാത്രമേ കൊണ്ടുപോകാനും പാടുള്ളൂ. 1765 സ്റ്റാമ്പ് നിയമമനുസരിച്ച് വിൽപത്രങ്ങൾ, നിയമപരമായ പ്രമാണങ്ങൾ, ലഘുരേഖകൾ എന്നിവയിൽ നിശ്ചിത വിലയുള്ള സ്റ്റാമ്പ് പതിക്കണമെന്ന് നിഷ്കർഷിച്ചിരുന്നു. ഫ്രഞ്ചുകാരുടെ ആക്രമണത്തിൽ നിന്ന് കോളനികളെ സംരക്ഷിക്കാൻ ബ്രിട്ടന് ചെലവായ തുക തിരിച്ചു പിടിക്കുന്നതിനായാണ് അധിക നികുതി ഏർപ്പെടുത്തിയത്. എന്താണ് ബോസ്റ്റൺ തേയില സൽക്കാരം? ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായിരുന്ന നോർത്ത് പ്രഭു 1773 തേയില നിയമം നടപ്പാക്കി. കോളനി നിവാസികളെ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ തേയില വാങ്ങാൻ നിർബന്ധിക്കുന്നതായിരുന്നു ഈ നിയമം. തുറമുഖത്തെത്തിയ കപ്പലുകളിൽ റെഡ് ഇന്ത്യക്കാരുടെ വേഷം ധരിച്ച് കയറിപ്പറ്റിയ പ്രതിഷേധക്കാർ തേയിലപ്പെട്ടികൾ കടലിലേക്ക് വലിച്ചെറിഞ്ഞു. ഈ സംഭവമാണ് ബോസ്റ്റൺ തേയില സൽക്കാരം എന്നറിയപ്പെടുന്നത്. 1773 വർദ്ധിച്ച ജനരോക്ഷത്തെ തുടർന്ന് 1766 ഈ നിയമം പിൻവലിച്ചെങ്കിലും കോളനിയിൽ നികുതി ഏർപ്പെടുത്തുന്നതിനുള്ള അവകാശം ബ്രിട്ടീഷ് പാർലമെന്റിന് നിക്ഷിപ്തമായി. അതായത് ഈ ബ്രിട്ടീഷ് ഭരണകൂടം നിയമനിർമ്മാണത്തിലൂടെ കോളനികളിൽ വാണിജ്യ നിയന്ത്രണം കൊണ്ടുവരാൻ ശ്രമിച്ചു. ഈ നിയമമാണ് 1766 പിൻവലിച്ചെങ്കിലും കോളനിയിൽ നികുതി ഏർപ്പെടുത്തുന്നതിനുള്ള അവകാശം ബ്രിട്ടീഷ് പാർലമെന്റിൽ നിക്ഷിപ്തമായിരുന്നു. ബ്രിട്ടന്റെ ഇത്തരം നടപടികൾ അമേരിക്കൻ ജനതയെ സാരമായി ബാധിക്കുമെന്ന് മനസ്സിലാക്കിയ കോളനി നിവാസികൾ കലാപങ്ങളുമായി രംഗത്ത് വന്നു. കോളനി നിവാസികളെ ബ്രിട്ടനെതിരെ പോരാടാൻ പ്രേരിപ്പിച്ച വേറെ
പല ഘടകങ്ങൾ ഉണ്ടായിരുന്നു. അവ എന്തൊക്കെയാണ്? സപ്തവത്സര യുദ്ധത്തിൻ്റെ ഫലമായി കോളനിക്കാരുടെ ഫ്രഞ്ച് ഭീതി ഇല്ലാതായത്, യുദ്ധത്തിൽ പങ്കെടുത്തതിൻ്റെ ഫലമായി കിട്ടിയ സൈനിക പരിചയം, സ്വന്തം ശക്തിയെക്കുറിച്ചുള്ള ബോധം. എന്താണ് സപ്തവത്സര യുദ്ധം? വ്യാപാര കുത്തക ഉറപ്പിക്കുന്നതിനായി ബ്രിട്ടനും ഫ്രാൻസും തമ്മിൽ നടന്ന യുദ്ധമാണ് സപ്തവത്സര യുദ്ധം എന്നറിയപ്പെടുന്നത്. 1756 ആരംഭിച്ച യുദ്ധം 1763 പാരീസ് സന്ധിയോടെ അവസാനിക്കുകയാണ് ചെയ്തത്. 1763 പാരീസ് സന്ധിയോടെയാണ് സപ്തവത്സര യുദ്ധം അവസാനിച്ചത്. കോളനികൾ ഐക്യപ്പെടുന്നു. ബ്രിട്ടീഷ് ഗവൺമെന്റ് അമേരിക്കൻ കോളനികളിൽ നടപ്പിലാക്കിയ നിയമങ്ങളോടുള്ള എതിർപ്പ് കോളനികൾക്കിടയിൽ ഐക്യബോധം വളരുന്നതിനിടയാക്കി. ഈ ഐക്യബോധത്തിന്റെ പരിണത ഫലമായി ഫിലാഡൽഫിയയിൽ കോളനി നിവാസികളുടെ പ്രതിനിധികൾ സമ്മേളിച്ചു. ഇത് കോണ്ടിനെന്റൽ കോൺഗ്രസ് എന്ന് അറിയപ്പെട്ടു. എന്താണ് കോണ്ടിനെന്റൽ കോൺഗ്രസ്? ബ്രിട്ടീഷ് ഗവൺമെന്റ് അമേരിക്കൻ കോളനികളിൽ നടപ്പിലാക്കിയ നിയമങ്ങളോടുള്ള എതിർപ്പ് കോളനികൾക്കിടയിൽ ഐക്യബോധം സൃഷ്ടിക്കുകയും ഈ ഐക്യബോധത്തിന്റെ പരിണത ഫലമായി ഫിലാഡൽഫിയയിൽ കോളനിവാസികളുടെ പ്രതിനിധികൾ സമ്മേളിച്ചു. ഇതിനെയാണ് കോണ്ടിനെന്റൽ കോൺഗ്രസ് എന്ന് അറിയപ്പെടുന്നത്. ഈ സമ്മേളനത്തെക്കുറിച്ച് പരിശോധിക്കാം. 1774 ഒന്നാം കോണ്ടിനെന്റൽ കോൺഗ്രസ് നടന്നത്. ജോർജിയ ഒഴികെയുള്ള 12 കോളനികൾ ഇതിൽ പങ്കെടുത്തു. പരാതികൾ പരിഹരിക്കപ്പെടുന്നവരെ ബ്രിട്ടനുമായുള്ള വ്യാപാരം നിർത്തിവെക്കാൻ തീരുമാനിച്ചു. അതായത് ഇവരുടെ പരാതികൾ പരിഹരിക്കുന്നത് വരെ ബ്രിട്ടനുമായിട്ടുള്ള വ്യാപാരം നിർത്തിവെക്കാൻ തീരുമാനിച്ചു. 1774 ഒന്നാം ഫിലാഡൽഫിയ കോൺഗ്രസ് എന്ന് പറയുന്നത്. ഇനി രണ്ടാം ഫിലാഡൽഫിയ കോൺഗ്രസ് 1775 ബ്രിട്ടീഷ് രാജാവിന് ഒഴിവ് ബ്രാഞ്ച് പെറ്റീഷൻ നൽകി. എന്നാണ് 1775 രണ്ടാം ഫിലാഡൽഫിയ കോൺഗ്രസിലാണ് ബ്രിട്ടീഷ് രാജാവിന് ഒലിവ് ബ്രാഞ്ച് പെറ്റീഷൻ നൽകിയത്. ജോർജ് വാഷിംഗ്ടണിനെ അമേരിക്കൻ സൈന്യത്തിന്റെ തലവനായി നിയമിച്ചു. ബ്രിട്ടനുമായി യുദ്ധം ആരംഭിച്ചു. ഇനി 1776 മൂന്നാം ഫിലാഡൽഫിയ കോൺഗ്രസ്. പ്രസിദ്ധമായ സ്വാതന്ത്ര്യ പ്രഖ്യാപനം നടന്നത് 1776 ഇത് എഴുതി തയ്യാറാക്കിയത് ആരാണ്? തോമസ് ജെഫേഴ്സൺ ആണ് എഴുതി തയ്യാറാക്കിയത്. 1776 മൂന്നാം ഫിലാഡൽഫിയ കോൺഗ്രസിലാണ് പ്രസിദ്ധമായ സ്വാതന്ത്ര്യ പ്രഖ്യാപനം വന്നത്. ഇത് എഴുതി തയ്യാറാക്കിയ തോമസ് ജെഫേഴ്സൺ ആണ്. അപ്പൊ ഏതൊക്കെ വർഷമായിരുന്നു? 3 വർഷങ്ങളിലായിരുന്നു. 1774, 75, 76 കാലഘട്ടത്തിൽ. ഒലിവ് ബ്രാഞ്ച് പെറ്റീഷൻ. ബ്രിട്ടനുമായുള്ള യുദ്ധം ഒഴിവാക്കുക എന്ന ലക്ഷ്യത്തോടെ രാജാവിനോടുള്ള തങ്ങളുടെ വിശ്വസ്തത പ്രഖ്യാപിച്ചുകൊണ്ട് കോളനി നിവാസികൾ നൽകിയ പരാതിയാണിത്. ഇതിലൂടെ 1765 ശേഷം പാസാക്കിയ നിയമങ്ങൾ പിൻവലിക്കണമെന്ന് അവർ ആവശ്യപ്പെട്ടു. തത്വചിന്തയും വിപ്ലവവും. അമേരിക്കൻ ജനതയെ സ്വാധീനിച്ച തത്വചിന്തകരും അവരുടെ ആശയങ്ങളും എന്തെല്ലാം എന്ന് പരിശോധിക്കാം. പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല പറഞ്ഞതാരാണ്? ജെയിംസ് ഓട്ടിസിന്റെ വാചകമാണ്. പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല. ഇംഗ്ലണ്ടിൽ നിന്ന് വേർപിരിയുകയാണ് അമേരിക്കക്കാരെ സംബന്ധിച്ചിടത്തോളം വിവേകപൂർണം. തോമസ് പെയിന്റെ വാക്കുകളാണ്. ഇംഗ്ലണ്ടിൽ നിന്ന് വേർപിരിയുകയാണ് അമേരിക്കക്കാരെ സംബന്ധിച്ചിടത്തോളം വിവേകപൂർണം. തോമസ് പെയിൻ. മനുഷ്യന് ചില മൗലികാവകാശങ്ങളുണ്ട്, അതിനെ ഹനിക്കാൻ ഒരു ഗവൺമെന്റും അവകാശമില്ല. ഇത് പറഞ്ഞ ആരാണ്? ജോൺ ലോക്കാണ് പറഞ്ഞത്. സ്വാതന്ത്ര്യത്തിലേക്ക്. 1781 യോർക്ക് ടൗണിൽ വെച്ച് കോൺവാലിസിന്റെ നേതൃത്വത്തിലുള്ള ഇംഗ്ലീഷ് സൈന്യത്തെ ജോർജ് വാഷിംഗ്ടണിന്റെ നേതൃത്വത്തിലുള്ള അമേരിക്കൻ സൈന്യം ഫ്രാൻസ്, സ്പെയിൻ എന്നീ രാജ്യങ്ങളുടെ സഹായത്തോടെ പരാജയപ്പെടുത്തി. തുടർന്ന് 1783 പാരീസ് ഉടമ്പടി പ്രകാരം ബ്രിട്ടൻ 13 അമേരിക്കൻ കോളനികളുടെ സ്വാതന്ത്ര്യം അംഗീകരിച്ചു. എന്നാണ് 1783 പാരീസ് ഉടമ്പടി. ആ ഉടമ്പടി പ്രകാരം ബ്രിട്ടൻ 13 അമേരിക്കൻ കോളനികളുടെ സ്വാതന്ത്ര്യം അംഗീകരിച്ചു. പുതിയ ഭരണഘടന തയ്യാറാക്കുന്നു. യുദ്ധാനന്തരം കോളനികൾ ചേർന്ന ആർട്ടിക്കിൾസ് ഓഫ് കോൺഫെഡറേഷൻ എന്ന പേരിൽ ഭരണഘടനയുടെ ചട്ടക്കൂട്ട് തയ്യാറാക്കി. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഭരണഘടന പൂർത്തീകരിക്കുന്നതിനായി ഫിലാഡൽഫിയയിൽ വെച്ച് ജോർജ് വാഷിംഗ്ടണിന്റെ നേതൃത്വത്തിൽ ഒരു കൺവെൻഷൻ നടന്നു. ഈ കൺവെൻഷൻ തയ്യാറാക്കിയ ഭരണഘടനയ്ക്ക് അനുസൃതമായി അമേരിക്കൻ ഐക്യനാടുകളുടെ പ്രഥമ പ്രസിഡന്റായി ജോർജ് വാഷിംഗ്ടണിനെ തിരഞ്ഞെടുത്തു. അമേരിക്കൻ ഐക്യനാടുകളിലെ ഭരണഘടനയുടെ പ്രധാന സവിശേഷതകൾ എന്തെല്ലാമെന്ന് നോക്കാം. ഫെഡറൽ മാതൃകയിലുള്ള ഒരു ലിഖിത ഭരണഘടനയാണ് അമേരിക്കയുടേത്. ഇതനുസരിച്ച് യൂണിയനിൽ ചേരുന്ന ഓരോ സംസ്ഥാനത്തിനും സ്വന്തമായ ചില അധികാരങ്ങൾ ഉണ്ടായിരുന്നു. ലോകത്തിലെ ഏറ്റവും ചെറിയ ഭരണഘടനയാണ് അമേരിക്കൻ ഭരണഘടന.
വിദേശകാര്യം, യുദ്ധം, അന്തർസംസ്ഥാന വാണിജ്യം, നാണയം തുടങ്ങിയവയിൽ കേന്ദ്ര ഗവൺമെന്റിനാണ് അധികാരമുള്ളത്. കേന്ദ്ര ഗവൺമെന്റിൽ സ്റ്റേറ്റ് ഗവൺമെന്റുകളും പ്രാതിനിധ്യം ഉണ്ടായിരുന്നു. ഗവൺമെന്റിന്റെ 3 ശാഖകളായ കോൺഗ്രസ്, പ്രസിഡന്റ്, കോടതി എന്നിവയുടെ അധികാരങ്ങളെ വേർതിരിച്ചിരുന്നു. ആരാണ് ജോർജ് വാഷിംഗ്ടൺ? 1732 ജോർജ് വാഷിംഗ്ടൺ ജനിച്ചു. 1732 അദ്ദേഹം ജനിച്ചത്. പിതാവ് അഗസ്റ്റിൻ വാഷിംഗ്ടണും മാതാവ് മേരി ബാളും ആയിരുന്നു. അമേരിക്കൻ കോളനികളുടെ സർവ്വസൈന്യാധിപൻ, ഭരണഘടനാ കൺവെൻഷന്റെ തലവൻ, അമേരിക്കൻ ഐക്യനാടുകളുടെ ആദ്യത്തെ പ്രസിഡന്റ് എന്നീ പദവികൾ വഹിച്ചു. മൈ ജേർണി ടു ദി ഒഹായോ വാലി, പെൻ പാൽ വിത്ത് മെനി അറൗണ്ട് ദി വേൾഡ് എന്നിവ അദ്ദേഹത്തിന്റെ കൃതികളാണ്. വിപ്ലവാനന്തരം സാമ്പത്തിക, വ്യാവസായിക, വിദ്യാഭ്യാസ, സാങ്കേതിക മേഖലകളിൽ അമേരിക്ക നേടിയ വളർച്ച ഒരു കാലഘട്ടത്തിൽ സ്വതന്ത്രമായി ജീവിക്കാനായി പോരാടിയ ജനതയെ ഒരു പ്രധാന ലോകശക്തിയായി വളർന്നു വരാൻ സഹായിച്ചു. അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം ലോകത്തിൽ സുപ്രധാന സംഭാവനകൾ നൽകി. അവ എന്തൊക്കെയാണ്? ലോകമെമ്പാടുമുള്ള കോളനി വിരുദ്ധ സമരങ്ങൾക്ക് ഊർജം പകർന്നു. ആദ്യത്തെ എഴുതപ്പെട്ട ഭരണഘടന നിലവിൽ വന്നു. ആധുനിക റിപ്പബ്ലിക്കൻ ഭരണം എന്ന ആശയം ലോകത്തിന് നൽകി. ഫെഡറൽ ഗവൺമെന്റ് എന്ന ആശയം ലോകത്തിന് സംഭാവന ചെയ്തു. ഇനി ആഭ്യന്തര കലാപവും ഐക്യവും. അടിമത്തം തെറ്റല്ലെങ്കിൽ മറ്റൊന്നും തെറ്റല്ല. അമേരിക്കൻ സംസ്ഥാനങ്ങൾ തമ്മിലുള്ള ഭിന്നതയുടെ അടിസ്ഥാന കാരണങ്ങൾ ഒന്നിനെക്കുറിച്ച് എബ്രഹാം ലിങ്കൺ പറഞ്ഞ വാക്കുകൾ ശ്രദ്ധിച്ചുവല്ലോ. വിപ്ലവാനന്തരം അമേരിക്കൻ ഐക്യനാടുകൾ നേരിട്ട ഏറ്റവും സങ്കീർണമായ സംഭവമായിരുന്നു ആഭ്യന്തര യുദ്ധം. ഇതിലേക്ക് നയിച്ച പശ്ചാത്തലം, പ്രധാന കാരണങ്ങൾ എന്നിവ പരിശോധിക്കാം. വൈവിധ്യമാർന്ന സംസ്ഥാനങ്ങൾ. അമേരിക്കൻ ഐക്യനാടുകളിലെ സംസ്ഥാനങ്ങൾ തമ്മിൽ കാർഷിക, വിദ്യാഭ്യാസ, സാമ്പത്തിക മേഖലകളിൽ അന്തരം നിലനിന്നിരുന്നു. അവ എന്തൊക്കെയായിരുന്നു എന്ന് പരിശോധിക്കാം. വടക്കേ അമേരിക്കൻ സംസ്ഥാനങ്ങളെന്നും തെക്കേ അമേരിക്കൻ സംസ്ഥാനങ്ങളെന്നും തിരിച്ചിട്ടുണ്ട്. അതിൽ ഓരോന്നിൻ്റെയും ഡിഫറൻസ് പറയാം. വ്യവസായവും വാണിജ്യവുമായിരുന്നു പ്രധാന മേഖല വടക്കേ അമേരിക്കൻ സംസ്ഥാനങ്ങളുടെ. തെക്കേ അമേരിക്കൻ സംസ്ഥാനങ്ങളിൽ കൃഷിയായിരുന്നു പ്രധാന മേഖല. സംഘടിത തോട്ടങ്ങളുടെ സാന്നിധ്യമുണ്ടായിരുന്നു. ഇനി വടക്കേ അമേരിക്കൻ സംസ്ഥാനങ്ങളിൽ വ്യാവസായിക ഉൽപ്പന്നങ്ങൾക്ക് വേണ്ടി മറ്റുള്ളവരെ ആശ്രയിച്ചിരുന്നില്ല. തെക്കേ അമേരിക്കൻ സംസ്ഥാനങ്ങളിലോ വ്യവസായ ശാലകൾ വളരെ കുറവായിരുന്നു. വ്യാവസായിക ഉൽപ്പന്നങ്ങൾക്ക് വേണ്ടി വടക്കൻ സംസ്ഥാനങ്ങളെയോ ഇംഗ്ലണ്ടിനെയോ ആശ്രയിക്കണമായിരുന്നു. ഇനി വടക്കേ അമേരിക്കൻ സംസ്ഥാനങ്ങൾ വിദ്യാഭ്യാസത്തിന് പ്രാധാന്യം നൽകിയിരുന്നു. പ്രാഥമിക വിദ്യാഭ്യാസം സൗജന്യവും നിർബന്ധിതവുമായിരുന്നു. തെക്കേ അമേരിക്കൻ സംസ്ഥാനങ്ങൾ വിദ്യാഭ്യാസത്തിന് പ്രാധാന്യം നൽകിയിരുന്നില്ല. സാക്ഷരതയിൽ വളരെ പിന്നിലായിരുന്നു. അടിമത്തം. ഒരു മനുഷ്യൻ അന്യന്റെ സമ്പൂർണ്ണാധികാരത്തിന് വിധേയനായി തീരുന്ന അവസ്ഥയാണ് അടിമത്തം എന്ന് ലീഗ് ഓഫ് നേഷൻസ് നിർവചിച്ചിട്ടുണ്ട്. പരാജിതരായ ശത്രുക്കളെ തടവുകാരായി പിടിച്ചും വ്യക്തികളെ വിലയ്ക്ക് വാങ്ങിയും അടിമകളാക്കിയിരുന്നു. CE 16-ാം നൂറ്റാണ്ടിൽ യൂറോപ്യൻ രാജ്യങ്ങളുടെ കോളനി വികസനത്തോടെ ആഫ്രിക്കയിൽ നിന്ന് വൻതോതിൽ അടിമകളെ അമേരിക്കയിലേക്ക് കൊണ്ടുവന്നു. അടിമത്തം. 19-ാം നൂറ്റാണ്ടിന്റെ ആരംഭകാലം വരെ യൂറോപ്യർ ആഫ്രിക്കയിൽ നിന്ന് കാർഷിക ആവശ്യങ്ങൾക്ക് അടിമകളെ അമേരിക്കയിലേക്ക് കൊണ്ടുവന്നിരുന്നു. വടക്കൻ സംസ്ഥാനങ്ങളിലെ ജനങ്ങൾ അടിമത്ത വ്യവസ്ഥയെ നിരുത്സാഹപ്പെടുത്തി. ജോൺ വൂൾമാന്റെ നേതൃത്വത്തിൽ അടിമത്ത വ്യവസ്ഥയെ അവസാനിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ വളരെ മുമ്പേ തന്നെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിരുന്നു. അദ്ദേഹത്തിന്റെ പ്രവർത്തന ഫലമായി 1808 അടിമകളെ ഇറക്കുമതി ചെയ്യുന്നത് അമേരിക്കയിൽ നിയന്ത്രിച്ചു. 1808 നിരോധിച്ചു. അടിമത്തത്തിന് അനുകൂലമായി നിന്ന തെക്കൻ സംസ്ഥാനങ്ങൾ തോട്ടം കൃഷിയുടെ നിലനിൽപ്പിന് അടിമത്തം ആവശ്യമാണെന്നും അതിനാൽ അവരെ മോചിപ്പിക്കുന്നത് രാജ്യത്തിന് ആപത്താണെന്നും വാദിച്ചു. എന്നാൽ ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യനെ സ്വന്തം സ്വത്തായി മാറ്റുന്നത് അമേരിക്കൻ ഭരണഘടനയുടെ ആദർശങ്ങൾക്ക് വിരുദ്ധമാണെന്ന് വടക്കൻ സംസ്ഥാനങ്ങൾ അഭിപ്രായപ്പെട്ടു. അടിമത്ത വിരുദ്ധ പത്രമായ ദി ലിബറേറ്ററും മിസ്സിസ് ഹാരിയറ്റ് ബീച്ചർ സ്റ്റോവിന്റെ അങ്കിൾ ടോംസ് ക്യാബിൻ എന്ന പുസ്തകവും അടിമത്തത്തിന് എതിരെയുള്ള ജനവികാരത്തെ ശക്തിപ്പെടുത്തി. ഇത് വടക്കൻ സംസ്ഥാനങ്ങളും തെക്കൻ സംസ്ഥാനങ്ങളും തമ്മിലുള്ള സംഘർഷം വർദ്ധിപ്പിച്ചു. എന്തൊക്കെയായിരുന്നു? ദി ലിബറേറ്റർ, മിസ്സിസ് ഹാരിയറ്റ് ബീച്ചർ സ്റ്റോവിന്റെ അങ്കിൾ ടോംസ് ക്യാബിൻ എന്നിവ അടിമത്തത്തിനെതിരെയുള്ള ജനവികാരത്തെ ശക്തിപ്പെടുത്തിയ പുസ്തകങ്ങളാണ്.
ഇനി ബാലറ്റിൽ നിന്ന് യുദ്ധഭൂമിയിലേക്ക്. അടിമത്തം അവസാനിപ്പിക്കാൻ പ്രതിജ്ഞാബദ്ധരായിരുന്ന റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ നേതാവായിരുന്നു എബ്രഹാം ലിങ്കൺ. അദ്ദേഹം 1860 പ്രസിഡന്റ് സ്ഥാനത്തേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു. തുടർന്ന് തെക്കൻ കരോലിനയുടെ നേതൃത്വത്തിൽ 13 സംസ്ഥാനങ്ങൾ യൂണിയനുമായി ഉള്ള ബന്ധം അവസാനിപ്പിച്ചു. അവർ തങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനായി കോൺഫെഡറേറ്റ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക എന്ന പുതിയൊരു സഖ്യം സ്ഥാപിച്ചു. എന്നാൽ വടക്കൻ സംസ്ഥാനങ്ങൾ യൂണിയനിൽ നിന്ന് വേറിട്ടു പോകുന്നതിനുള്ള അവകാശത്തെ ചോദ്യം ചെയ്തു. ഇത് ആഭ്യന്തര യുദ്ധത്തിലേക്ക് നയിച്ചു. യൂണിയൻ വിജയത്തിലേക്ക്. 1861 കോൺഫെഡറേറ്റ് സ്റ്റേറ്റുകളും യൂണിയൻ സ്റ്റേറ്റുകളും തമ്മിലുള്ള യുദ്ധം പുറപ്പെട്ടു. 1861 1863 ഗെറ്റ്സ്ബർഗ് യുദ്ധത്തിൽ യൂണിയൻ സ്റ്റേറ്റുകൾ അന്തിമ വിജയം നേടി. 1863 ജനുവരി 1 അമേരിക്കൻ ഐക്യനാടുകളിൽ അടിമകൾ മോചനം ലഭിക്കത്തക്ക വിധത്തിൽ എബ്രഹാം ലിങ്കൺ വിളംബരം പുറപ്പെടുവിച്ചു. 1863 ജനുവരി 1 ഇത് പ്രസിദ്ധമായ വിമോചന വിളംബരം എന്ന പേരിൽ അറിയപ്പെട്ടു. എന്നാണ് 1863 ജനുവരി 1 എബ്രഹാം ലിങ്കന്റെ വിളംബരം വിമോചന വിളംബരം എന്നറിയപ്പെട്ടു. പരാജിതരായ തെക്കൻ സംസ്ഥാനങ്ങളോട് സന്മനോഭാവമാണ് ലിങ്കൺ പ്രകടിപ്പിച്ചത്. 1865 ഏപ്രിൽ 15 ജോൺ വിൽസ് ബൂത്ത് എന്ന വിഘടനവാദി അദ്ദേഹത്തെ വധിക്കുകയാണ് ചെയ്തത്. എബ്രഹാം ലിങ്കണിനെ 1865 ഏപ്രിൽ 15 എബ്രഹാം ലിങ്കൺ 1809 ഫെബ്രുവരി 12 കെൻഡക്കിയിൽ ജനിച്ചു. 1859 അമേരിക്കയുടെ 16ാമത്തെ പ്രസിഡന്റായി തെരഞ്ഞെടുത്തു. അമേരിക്കയിൽ ഐക്യം നിലനിർത്തിക്കൊണ്ടു തന്നെ അടിമകളെ മോചിപ്പിക്കുക എന്ന തന്റെ ലക്ഷ്യം പൂർത്തിയാക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. ഗെറ്റിസ്ബർഗ് പ്രസംഗത്തിലാണ് അദ്ദേഹം ജനാധിപത്യത്തെ ജനങ്ങളാൽ ജനങ്ങൾക്ക് വേണ്ടി നടത്തുന്ന ഭരണം എന്ന് നിർവചിച്ചത്. ഗെറ്റിസ്ബർഗ് പ്രസംഗത്തിൽ. അടുത്തത് റഷ്യൻ വിപ്ലവം നോക്കാം. ഞങ്ങളുടെ കാലത്ത് എല്ലാ സൂത്രങ്ങളും നേട്ടങ്ങളും നവീന സംസ്കാരത്തിന്റെ പുരോഗതിയും പ്രയോജനപ്പെടുത്തിക്കൊണ്ട് കൃഷിക്കാർ കൊള്ളയടിക്കപ്പെട്ടിരുന്നു. അതിന്റെ ഫലമായിട്ടാണ് പട്ടിണി കിടക്കുന്നതും വാത്തിന്റെ കാൽ ഭക്ഷിക്കുന്നതും റൊട്ടിക്കു പകരം ചളിക്കട്ടകൾ ഭക്ഷിക്കുന്നതും അജീർണം ബാധിച്ച് പ്രാണവേദന കൊണ്ട് മരിക്കുന്നതും. അതേസമയം നിക്കോളാസ് രണ്ടാമന്റെ നേതൃത്വത്തിൽ റഷ്യൻ ഭൂപ്രഭുക്കളും മുതലാളിമാരും ഒന്നടങ്കം സമ്പത്തിൽ ആറാടുകയാണ്. ലെനിന്റെ വാക്കുകളാണ്, ലെനിൻ പറഞ്ഞതാണ്. മുകളിൽ നൽകിയിരിക്കുന്ന വാക്കുകളിൽ നിന്നും റഷ്യയിലെ കർഷകരുടെയും സാധാരണക്കാരുടെയും ജീവിതത്തെക്കുറിച്ച് എന്തെല്ലാം മനസ്സിലാക്കാം? സാർ ചക്രവർത്തിയും ജനകീയ സഭയും. റഷ്യൻ ഭരണം നടത്തിയിരുന്ന സ്വേച്ഛാധിപതികളായ ഭരണകർത്താക്കൾ സാർ ചക്രവർത്തിമാർ എന്നറിയപ്പെട്ടു. റഷ്യൻ ഭരണം നടത്തിയിരുന്ന സ്വേച്ഛാധിപതികളായ ഭരണകർത്താക്കളെയാണ് സർ ചക്രവർത്തിമാർ എന്നറിയപ്പെട്ടത്. ഉദ്യോഗസ്ഥരെ നിയമിക്കുന്നതിനും പിരിച്ചുവിടുന്നതിനും മാത്രമല്ല, ആരെയും നാടുകടത്തുന്നതിനും തടങ്കിലാക്കുന്നതിനും തടങ്കിലിടുന്നതിനും ചക്രവർത്തിക്ക് അധികാരമുണ്ടായിരുന്നു. ദുരിതപൂർണമായ തൊഴിൽ സാഹചര്യങ്ങൾ, സാമ്പത്തിക മാന്ദ്യം, ജപ്പാനുമായി നടന്നുകൊണ്ടിരുന്ന യുദ്ധം എന്നിവയാൽ രോഷാകുലരായിരുന്ന ജനങ്ങൾ സാമ്പത്തിക രാഷ്ട്രീയ നവീകരണത്തിനായി സർ നിക്കോളാസ് രണ്ടാമനോട് അഭ്യർത്ഥിക്കാൻ ഫാദർ ഗാപ്പോണിന്റെ നേതൃത്വത്തിൽ സെന്റ് പീറ്റേഴ്സ്ബർഗിലേക്ക് മാർച്ച് ചെയ്തു. പ്രതിഷേധക്കാർക്കെതിരെ സൈന്യം വെടിയുതിർക്കുകയും 100-ലധികം തൊഴിലാളികൾ കൊല്ലപ്പെടുകയും ചെയ്തു. 1905 ജനുവരി 22 സെന്റ് പീറ്റേഴ്സ്ബർഗിൽ നടന്ന ഈ കൂട്ടക്കൊലയാണ് രക്തരൂക്ഷിതമായ ഞായറാഴ്ച എന്നറിയപ്പെടുന്നത്. 1905 ജനുവരി 22 ഫാദർ ഗാപ്പോണിന്റെ നേതൃത്വത്തിൽ സെന്റ് പീറ്റേഴ്സ്ബർഗിലേക്കാണ് മാർച്ച് നടത്തിയത്. ജനരോഷത്തെ തുടർന്ന് ദ്യൂമ എന്ന പാർലമെന്റ് രൂപീകരിക്കാൻ ചക്രവർത്തി സമ്മതിച്ചു. എന്നാൽ ദ്യൂമയിൽ നിർദ്ദേശിച്ച എല്ലാ പരിഷ്കാരങ്ങളും അദ്ദേഹം നിരസിക്കുകയും രാഷ്ട്രീയ സ്വാതന്ത്ര്യത്തെ അടിച്ചമർത്താൻ ശ്രമിക്കുകയും ചെയ്തു. തൊഴിലാളികളും വിപ്ലവവും. റഷ്യൻ സമൂഹത്തിൽ 2 ജനവിഭാഗങ്ങളാണ് ഉണ്ടായിരുന്നത്. തൊഴിലാളികളും കർഷകരും അടങ്ങുന്ന സാധാരണക്കാരായ ജനങ്ങളും പ്രഭുക്കളും മുതലാളിമാരും അടങ്ങുന്ന സമ്പന്ന വിഭാഗങ്ങളും. സാധാരണ ജനങ്ങളായിരുന്ന കർഷകരെയും തൊഴിലാളികളെയും ഭരണകർത്താക്കളും പ്രഭുക്കന്മാരും
അവജ്ഞയോടെയാണ് കണ്ടിരുന്നത്. കർഷകരുടെയും തൊഴിലാളികളുടെയും ദയനീയ അവസ്ഥ എന്തായിരുന്നു എന്ന് പരിശോധിക്കാം. തൊഴിലാളികൾ നേരിട്ട പ്രധാന പ്രശ്നങ്ങൾ കുറഞ്ഞ വേതനം, മോശം ജീവിത സാഹചര്യം, വർദ്ധിച്ച തൊഴിൽ സമയം, വ്യവസായങ്ങളിൽ വിദേശ മുതലാളിമാരുടെ ആധിപത്യം. തൊഴിലാളികളെ പോലെ തന്നെ കർഷകരുടെയും അവസ്ഥ ദയനീയമായിരുന്നു. അവ എന്തൊക്കെയാണ്? കർഷകർ സാമൂഹികമായും സാമ്പത്തികമായും അടിച്ചമർത്തപ്പെട്ടിരുന്നു. കൃഷിഭൂമിയിൽ അധികവും പ്രഭുക്കന്മാരുടെ കൈകളിലായിരുന്നു. ചെറിയൊരു വിഭാഗം കർഷകർക്ക് മാത്രമാണ് സ്വന്തമായി ഭൂമി ഉണ്ടായിരുന്നത്. കർഷകർ നൽകേണ്ട നികുതി വളരെ കൂടുതലായിരുന്നു. വിദേശ മുതലാളിമാരുടെ ആധിപത്യവും ചൂഷണവും കർഷകർക്കും തൊഴിലാളികൾക്കുമിടയിൽ ട്രേഡ് യൂണിയനുകൾ രൂപീകരിക്കുന്നതിന് കാരണമായി. ഇത് അവരിൽ രാഷ്ട്രീയ ബോധം വളരുന്നതിനിടയാക്കി. ഈ പശ്ചാത്തലത്തിലാണ് രാഷ്ട്രീയ പാർട്ടികൾ രൂപീകൃതമാകുന്നത്. അവയിൽ ഏറ്റവും പ്രധാനപ്പെട്ടതിനെ കുറിച്ച് നോക്കാം. സോഷ്യൽ ഡെമോക്രാറ്റിക് വർക്കേഴ്സ് പാർട്ടി. ബോൾഷെവിക്കുകളും മെൻഷെവിക്കുകളെന്നും രണ്ടായി തിരിച്ചിരുന്നു. ആശയങ്ങളുടെ സ്വാധീനം. വിപ്ലവത്തിന് അനുകൂലമായ സാഹചര്യം സൃഷ്ടിക്കുന്നതിൽ സാഹിത്യകാരും വലിയ പങ്ക് വഹിച്ചിരുന്നു. ലിയോ ടോൾസ്റ്റോയ്, തുർഗനവ്, മാക്സിം ഗോർക്കി എന്നിവരുടെ രചനകൾ സാധാരണ ജനങ്ങളുടെ ശോചനീയാവസ്ഥയെ ഹൃദയസ്പർശിയായി ചിത്രീകരിച്ചു. എന്നാൽ വിപ്ലവം സൃഷ്ടിച്ചതും അതിനുവേണ്ട മാർഗനിർദ്ദേശങ്ങൾ നൽകിയതും കാൾ മാർക്സിന്റെയും ഫ്രെഡറിക് എംഗൽസിന്റെയും കമ്മ്യൂണിസ്റ്റ് സിദ്ധാന്തങ്ങൾ അടങ്ങിയ കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ ആയിരുന്നു. കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ ആരുടെയാണ്? കാൾ മാർക്സിന്റെയും ഫ്രെഡറിക് എംഗൽസിന്റെയും. മാർക്സിസ്റ്റ് പ്രത്യയശാസ്ത്ര പ്രകാരം മനുഷ്യ ജീവിതത്തിലെ രാഷ്ട്രീയവും സാമൂഹികവും ബുദ്ധിപരവുമായ എല്ലാ പ്രവർത്തനങ്ങളും നിർണ്ണയിക്കുന്നത് സമൂഹത്തിലെ ഉൽപാദന രീതിയാണ്. തൊഴിലാളികളാണ് ഉൽപാദനത്തിന്റെ അടിസ്ഥാനമെന്നും അതിനാൽ തൊഴിലാളികളുടെ ആധിപത്യത്തിനായി നിലകൊള്ളണമെന്നും മാർക്സിസ്റ്റ് ആശയത്തിന് രൂപം നൽകിയ കാൾ മാർക്സും ഫ്രെഡറിക് എംഗൽസും വാദിച്ചു. ആരാണ് മാർക്സിസ്റ്റ് പ്രത്യയശാസ്ത്രത്തിന് രൂപം നൽകിയത്? കാൾ മാർക്സും ഫ്രെഡറിക് എംഗൽസും. ഒന്നാം ലോക യുദ്ധം ആരംഭിച്ചപ്പോൾ റഷ്യയും പങ്കാളിയായി. ആയുധങ്ങളുടെ കുറവും പരിശീലനത്തിന്റെ അഭാവവും മൂലം ആയിരക്കണക്കിന് സൈനികർ കൊല്ലപ്പെട്ടു. ഇത് സർ ഭരണകൂടത്തിനെതിരെ സാധാരണ ജനങ്ങൾക്കിടയിൽ നിന്ന് വിമർശനം ഉയർന്നു വരുന്നതിനിടയാക്കി. ഈ സമയത്ത് റഷ്യയിലുണ്ടായ ഭക്ഷ്യദൗർലഭ്യം പ്രശ്നങ്ങൾ രൂക്ഷമാക്കി. ജനങ്ങൾക്കിടയിൽ വിപ്ലവ ചിന്തകൾ ഉണരുന്നതിന് ഇത് വഴിതെളിച്ചു. രാജാധികാരം അവസാനിക്കുന്നു. 1917 മാർച്ച് 8 ഏകാധിപത്യം നശിക്കട്ടെ എന്ന മുദ്രാവാക്യമുയർത്തി സ്ത്രീ തൊഴിലാളികൾ മുൻപന്തിയിൽ നിന്നുകൊണ്ട് പെട്രോഗ്രാദിൽ പണിമുടക്കും മാർച്ചും നടത്തി. ഇതിനെ നേരിടാൻ അയച്ച പട്ടാളക്കാർ തൊഴിലാളികളുടെ പക്ഷത്തു ചേർന്നു. സാർ നിക്കോളാസ് രണ്ടാമനെ 1917 മാർച്ച് 15 സ്ഥാനഭ്രഷ്ടനാക്കിക്കൊണ്ട് മെൻഷെവിക്കുകളുടെ നേതാവായ അലക്സാണ്ടർ കെറൻസ്കിയുടെ കീഴിൽ ഒരു താൽക്കാലിക ഗവൺമെന്റ് രൂപീകരിച്ചു. ഈ വിപ്ലവം ഫെബ്രുവരി വിപ്ലവം എന്നറിയപ്പെട്ടു. എന്താണ്? 1917 മാർച്ച് 8 ഏകാധിപത്യം നശിക്കട്ടെ എന്ന മുദ്രാവാക്യമുയർത്തി സ്ത്രീ തൊഴിലാളികൾ മുൻപന്തിയിൽ നിന്നുകൊണ്ട് പെട്രോഗ്രാദിൽ പണിമുടക്കും മാർച്ചും നടത്തി. ഇതിനെ നേരിടാൻ അയച്ച പട്ടാളക്കാർ തൊഴിലാളികളുടെ പക്ഷത്ത് ചേരുകയും സർ നിക്കോളാസ് രണ്ടാമനെ 1917 മാർച്ച് 15 സ്ഥാനഭ്രഷ്ടനാക്കിക്കൊണ്ട് മെൻഷെവിക്കുകളുടെ നേതാവായ അലക്സാണ്ടർ കെറൻസ്കിയുടെ നേതൃത്വത്തിൽ ഒരു താൽക്കാലിക ഗവൺമെന്റ് രൂപീകരിച്ചു. ഈ വിപ്ലവമാണ് ഫെബ്രുവരി വിപ്ലവം എന്നറിയപ്പെടുന്നത്. 1917 മാർച്ച് 8 ഫെബ്രുവരി വിപ്ലവം. തൊഴിലാളി വർഗം സർവാധിപത്യത്തിലേക്ക്. റഷ്യൻ വിപ്ലവത്തെ പൂർണ്ണതയിലേക്ക് എത്തിച്ചത് ബോൾഷെവിക്കിന്റെ പാർട്ടിയുടെ നേതാവ് ലെനിൻ ആയിരുന്നു. താൽക്കാലിക ഗവൺമെന്റ് മുതലാളിമാരുടേതാണെന്നും അത് ജനങ്ങൾക്ക് സമാധാനവും ഭക്ഷണവും സ്വാതന്ത്ര്യവും അനുവദിക്കുകയില്ലെന്നും അതിനാൽ അതിന്റെ സ്ഥാനത്ത് സോവിയറ്റുകളുടെ ഗവൺമെന്റ് വരണമെന്നും അദ്ദേഹം വാദിച്ചു. അദ്ദേഹം പുതിയ ആശയങ്ങൾ മുന്നോട്ട് വെച്ചു. അവ എന്തൊക്കെയാണ്? ലെനിന്റെ ആശയങ്ങളാണ്: ഭൂമി കർഷകർക്കാണ്, ഭക്ഷണം പട്ടിണി കിടക്കുന്നവർക്ക്, അധികാരം തൊഴിലാളി കൗൺസിലുകൾക്ക് അഥവാ സോവിയറ്റുകൾക്ക്, സമാധാനം എല്ലാവർക്കും. ഇതായിരുന്നു അദ്ദേഹത്തിന്റെ ആശയം. ഈ ലക്ഷ്യങ്ങൾ നേടിയെടുക്കുന്നതിനായി രൂപീകരിച്ച സൈനിക വിഭാഗമായിരുന്നു ചുവന്ന കാവൽസേന, റെഡ് ഗാർഡ്. ബോൾഷെവിക് സംഘങ്ങൾ തപാൽ, ടെലിഫോൺ കേന്ദ്രങ്ങൾ, തീവണ്ടി സ്റ്റേഷനുകൾ, ബാങ്കുകൾ എന്നിങ്ങനെ പെട്രോഗ്രാദിലെ പ്രധാന സ്ഥാപനങ്ങളെല്ലാം പിടിച്ചെടുത്തു. അതിനുശേഷം താൽക്കാലിക ഗവൺമെന്റിന്റെ
ആസ്ഥാനമായ ശൈത്യകാല രാജധാനിയും കൈവശപ്പെടുത്തി. ഇതോടെ അലക്സാണ്ടർ കെരൻസ്കിയുടെ നേതൃത്വത്തിലുള്ള താൽക്കാലിക ഗവൺമെന്റ് പുറത്തായി. ഈ വിപ്ലവം ഒക്ടോബർ വിപ്ലവം എന്നറിയപ്പെട്ടു. തുടർന്ന് ലെനിൻ റഷ്യയെ തൊഴിലാളികളുടെ റിപ്പബ്ലിക്കായി പ്രഖ്യാപിക്കുകയും അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ഒരു ഗവൺമെന്റ് രൂപീകരിക്കുകയും ചെയ്തു. ഇനി റഷ്യൻ കലണ്ടർ. അന്താരാഷ്ട്ര കലണ്ടർ അതായത് ഗ്രിഗോറിയൻ കലണ്ടറിനേക്കാൾ 13 ദിവസം പിന്നിലായതിനാലാണ് മാർച്ചിൽ നടന്ന വിപ്ലവം ഫെബ്രുവരി വിപ്ലവം എന്ന് അറിയപ്പെട്ടത്. 1870 ലെനിൻ ജനിച്ചത്. സാമൂഹ്യ വ്യവസ്ഥയിൽ മൗലികമായ മാറ്റം രഹസ്യ സംഘടനകൾ കൊണ്ട് ഉണ്ടാക്കാൻ സാധിക്കുകയില്ല എന്നും തൊഴിലാളികളെ സംഘടിപ്പിച്ചുകൊണ്ട് മാത്രമേ അത് സാധിക്കുകയുള്ളൂ എന്നും അദ്ദേഹത്തിന് ബോധ്യപ്പെട്ടു. ഈ കാഴ്ചപ്പാടാണ് റഷ്യയിൽ തൊഴിലാളികളുടെയും കർഷകരുടെയും വിപ്ലവം അനിവാര്യമാക്കി തീർത്തത്. ഒക്ടോബർ വിപ്ലവത്തിനും തുടർന്ന് രൂപീകൃതമായ വിപ്ലവ ഭരണകൂടത്തിന് നേതൃത്വം നൽകിയത് ലെനിനാണ്. വിപ്ലവാനന്തരം ചില ഭരണപരിഷ്കാരങ്ങൾ ലെനിൻ നടപ്പാക്കി. എന്തൊക്കെയായിരുന്നു? എല്ലാ സ്വകാര്യ ഭൂമിയും കണ്ടുകെട്ടി അവ കർഷകർക്ക് വിതരണം ചെയ്തു. ഫാക്ടറികളുടെ നിയന്ത്രണം സോവിയറ്റുകളുടെ ആണെങ്കിൽ തൊഴിലാളി കമ്മിറ്റികളുടെ കൈകീഴിൽ ഏൽപ്പിച്ചു. റഷ്യയിലെ പ്രധാന സാമ്പത്തിക മേഖലകൾ ദേശസാൽക്കരിച്ചു. യൂണിയൻ ഓഫ് സോവിയറ്റ് സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്സ് രൂപീകരിച്ചു. ഒന്നാം ലോക യുദ്ധത്തിൽ നിന്ന് റഷ്യ പൂർണ്ണമായും പിന്മാറി. മാറുന്ന സാമ്പത്തിക നയം. സാമ്പത്തിക മേഖലയിൽ നിരവധി വിപ്ലവകരമായ നടപടികൾ ലെനിൻ സ്വീകരിച്ചു. 1921 ലെനിൻ നടപ്പിലാക്കിയ പരിഷ്കരണമാണ് പുത്തൻ സാമ്പത്തിക നയം. സ്വകാര്യ വാണിജ്യം, കൃഷി എന്നിവയിലേക്ക് സ്വകാര്യ മുതൽമുടക്കിലേക്കുള്ള ഭാഗികമായ തിരിച്ചുപോക്കായിരുന്നു പുത്തൻ സാമ്പത്തിക നയം. വൻ വ്യവസായങ്ങളെ ട്രസ്റ്റുകളുമായി സംയോജിപ്പിച്ചു. അതേസമയം സഹകരണ മേഖലയ്ക്ക് ഗവൺമെന്റ് പ്രോത്സാഹനം നൽകി. എന്നാൽ മുതലാളിത്തത്തിന്റെ പുനരുജ്ജീവനം ഉണ്ടാകാതിരിക്കാനായി ഗവൺമെന്റിന്റെ കർശന നിയന്ത്രണം ഉണ്ടായിരുന്നു. പുത്തൻ സാമ്പത്തിക നയം നടപ്പിലാക്കുന്നതിലൂടെ അദ്ദേഹം യൂണിയൻ ഓഫ് സോവിയറ്റ് സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്കിനെ അതായത് USSRനെ ലോകത്തിന്റെ വൻ ശക്തിയായി വളർത്തി. ഇനി ഏപ്രിൽ തീസിസ്. ബോൾഷെവിക് പാർട്ടിയുടെയും സോവിയറ്റുകളുടെയും സംയുക്ത യോഗത്തിൽ ലെനിൻ അവതരിപ്പിച്ചതാണ് ഏപ്രിൽ തീസിസ് എന്ന് പറയുന്നത്. ബൂർഷ്വാ ജനാധിപത്യത്തിൽ നിന്നും സോഷ്യലിസ്റ്റ് വിപ്ലവത്തിലേക്ക് മാറുന്നതിന് സ്വീകരിക്കേണ്ട പദ്ധതികളാണ് ഇതിൽ വിവരിച്ചിരുന്നത്. തൊഴിലാളികളുടെയും കർഷകരുടെയും കൈകളിലേക്ക് അധികാരം കൈമാറ്റം ചെയ്യേണ്ട അവസ്ഥയാണ് നിലവിലുള്ളതെന്നാണ് അദ്ദേഹം ഇതിൽ വ്യക്തമാക്കുന്നത്. വിപ്ലവപാതയിലെ ചൈന. 2000 വർഷത്തെ യുദ്ധങ്ങളുടെയും അക്രമങ്ങളുടെയും കടുത്ത സമരത്തിന്റെയും വേദന പൂണ്ട ചരിത്രത്തിനു ശേഷം ചൈന അവളുടെ സ്വന്തം ജനനത്തിന്റെയും സാമൂഹിക അടിസ്ഥാനത്തിന്റെയും വൈകല്യങ്ങളെ അതിജീവിക്കുന്ന ലക്ഷണങ്ങൾ കാട്ടിത്തുടങ്ങിയപ്പോൾ മറ്റൊരു ദൗർഭാഗ്യം ആ രാജ്യത്തെ പിടികൂടി. ചൈനയുടെ സ്വയം വികാസത്തെ തടസ്സപ്പെടുത്തിയ സാമ്രാജ്യത്വത്തിന്റെയും വിദേശ മൂലധനത്തിന്റെയും രംഗപ്രവേശമായിരുന്നു അത്. MN റോയുടെ റവല്യൂഷൻ ആൻഡ് കൗണ്ടർ റവല്യൂഷൻ ഇൻ ചൈന. 19ാം നൂറ്റാണ്ടിലെ ചൈനയിലേക്കുള്ള യൂറോപ്യരുടെ ആഗമനവും പ്രത്യാഘാതവുമാണ് MN റോയ് മുകളിൽ സൂചിപ്പിച്ചിരിക്കുന്നത്. ഈ പ്രശ്നങ്ങളെ ചൈന എങ്ങനെയാണ് നേരിട്ടതെന്ന് പരിശോധിക്കാം. വ്യാപാരത്തിലൂടെ അധികാരത്തിലേക്ക്. യൂറോപ്യൻ ശക്തികളുടെ ഇന്ത്യയിലേക്കുള്ള വരവും അവരുടെ ആധിപത്യവും സംബന്ധിച്ച് മുൻ അധ്യായങ്ങളിൽ ചർച്ച ചെയ്തല്ലോ. ഇതുപോലെ കച്ചവട താൽപര്യമായി വിദേശ ശക്തികൾ ചൈനയിലും എത്തിയിരുന്നു. കറുപ്പ് വ്യാപാരത്തിലൂടെയായിരുന്നു യൂറോപ്യൻ വ്യാപാരികൾ ചൈനയിൽ നിന്ന് വൻതോതിൽ ലാഭം നേടിയത്. ലഹരി പദാർത്ഥമായ കറുപ്പിന്റെ ഉപയോഗം വളരെ പെട്ടെന്ന് ചൈനയിൽ വ്യാപകമായത് ചൈനയിലെ ജനതയുടെ ആരോഗ്യത്തെയും രാജ്യത്തിന്റെ സമ്പത്തിനെയും ബാധിച്ചു. ഇതിനെ തുടർന്ന് ചൈനയും ബ്രിട്ടനും തമ്മിലുണ്ടായ യുദ്ധം കറുപ്പ് യുദ്ധം എന്ന പേരിൽ അറിയപ്പെട്ടു. ഈ യുദ്ധത്തിന് ചൈന പരാജയപ്പെട്ടു. തുടർന്ന് നാങ്കിങ് ഉടമ്പടി പ്രകാരം ചൈനയിലെ പ്രധാന തുറമുഖമായ കാൻഡൻ, അമോയ്, നിങ്പോ, ഷാങ്ഹായ് എന്നിവ വിദേശ വ്യാപാരത്തിനായി തുറന്നുകൊടുത്തു. രാജവാഴ്ച അവസാനിക്കുന്നു. വിദേശ ശക്തികളുടെ വർദ്ധിച്ചുവന്ന ഇടപെടൽ ചൈനയിലെ ജനങ്ങൾക്കിടയിൽ അവരോടുള്ള വെറുപ്പ് വർദ്ധിപ്പിച്ചു. ഇതിന്റെ ഫലമായി ചൈനയിൽ ധാരാളം രഹസ്യ സംഘടനകൾ രൂപം കൊണ്ടു. അങ്ങനെ രൂപം കൊണ്ട ഒരു രഹസ്യ സംഘടനയായിരുന്നു ബോക്സർമാർ. ഇവരുടെ ചിഹ്നം ബോക്സർമാരുടെ മുഷ്ടിയായിരുന്നു.
യൂറോപ്യൻ അധിനിവേശത്തിനെതിരെ ഇവർ നടത്തിയ ചെറുത്തുനിൽപ്പാണ് ബോക്സർ ലഹള എന്നറിയപ്പെടുന്നത്. ബോക്സർ ലഹളയ്ക്ക് ശേഷം ചക്രവർത്തി ചൈനയിൽ ചില പരിഷ്കാരങ്ങൾ നടപ്പിലാക്കി. അവ എന്തൊക്കെയാണ്? പാശ്ചാത്യ വിദ്യാഭ്യാസം ചൈനയിൽ നടപ്പിലാക്കി. യൂറോപ്യൻ രാജ്യങ്ങളിലെ രാഷ്ട്രീയ വ്യവസ്ഥിതികളെക്കുറിച്ച് പഠിക്കുന്നതിന് ഒരു കമ്മീഷൻ നിയമിച്ചു. ചക്രവർത്തിയുടെ ഇത്തരം പരിഷ്കാരങ്ങൾ ചൈനയിലെ ജനങ്ങളെ തൃപ്തിപ്പെടുത്തിയിരുന്നില്ല. ചൈന ഭരിച്ചിരുന്ന മഞ്ചു രാജവംശത്തെ അധികാരത്തിൽ നിന്ന് പുറന്തള്ളിയാൽ മാത്രമേ പാശ്ചാത്യ ശക്തികളിൽ നിന്ന് ചൈനയെ മോചിപ്പിക്കാൻ കഴിയൂ എന്ന് ജനങ്ങൾ വിശ്വസിച്ചു. ഇവർക്ക് നേതൃത്വം നൽകിയത് ഡോക്ടർ സൺ യാറ്റ് സെൻ ആയിരുന്നു. അദ്ദേഹം ദേശീയത, ജനാധിപത്യം, സോഷ്യലിസം എന്നീ ആശയങ്ങൾ മുന്നോട്ട് വച്ചു. ഈ ലക്ഷ്യം സാക്ഷാത്കരിക്കുന്നതിനാലാണ് കുമിന്താങ് പാർട്ടി രൂപീകരിച്ചത്. 1911 വിപ്ലവത്തെ തുടർന്ന് മഞ്ചു രാജവംശത്തെ അധികാരത്തിൽ നിന്ന് പുറത്താക്കുകയും ഒരു റിപ്പബ്ലിക്കൻ ഗവൺമെന്റ് രൂപീകരിക്കുകയും ചെയ്തു. എന്നാൽ പിൽക്കാലത്ത് സൺ യാറ്റ് സെൻ പ്രസിഡന്റ് സ്ഥാനം ഒഴിയുകയും യുവാൻ ഷി കെയ് അധികാരത്തിലേറുകയും ചെയ്തു. 1916 ഇദ്ദേഹത്തിന്റെ മരണത്തെ തുടർന്ന് സൺ യാറ്റ് സെൻ വീണ്ടും അധികാരത്തിലേറ്റു. ഡോക്ടർ സൺ യാറ്റ് സെൻ. പാശ്ചാത്യ വിദ്യാഭ്യാസം തേടിയ സൺ യാറ്റ് സെൻ വൈദ്യശാസ്ത്ര പഠനം പൂർത്തിയാക്കി. ഒരു സാമൂഹിക പരിഷ്കർത്താവാകണമെന്ന് അദ്ദേഹം ആഗ്രഹിച്ചു. എന്നാൽ ചൈനയുടെ സാമൂഹിക പരിഷ്കരണത്തിന് സാധ്യതയില്ല എന്ന് മനസ്സിലാക്കി അദ്ദേഹം പുരോഗമന റിപ്പബ്ലിക് സ്ഥാപിക്കുന്നതിനായി ചൈന പുനരുജ്ജീവന സംഘം സ്ഥാപിച്ചു. ഇത് പിന്നീട് കുമിന്താങ് പാർട്ടിയായി മാറി. ചൈനീസ് വിപ്ലവത്തിന്റെ പിതാവായിട്ടാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. സൺ യാറ്റ് സെൻ. ജനകീയ ചൈന. റഷ്യയിലെ കമ്മ്യൂണിസ്റ്റ് വിപ്ലവത്തെക്കുറിച്ച് ചർച്ച ചെയ്തല്ലോ. റഷ്യൻ കമ്മ്യൂണിസ്റ്റ് ആശയങ്ങൾ ചൈനയിലും പ്രചരിക്കാൻ തുടങ്ങി. കർഷകർക്കും തൊഴിലാളികൾക്കുമിടയിൽ സ്വാധീനമുണ്ടാക്കാൻ 1921 മാവോ സേ തുങ്ങിന്റെ നേതൃത്വത്തിൽ രൂപീകരിച്ച ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് കഴിഞ്ഞു. റഷ്യ ചൈനയുടെ വിവിധ മേഖലകളിലെ പുരോഗതിക്കായി കുമിന്താങ് റിപ്പബ്ലിക്കിനെ സഹായിച്ചിരുന്നു. കമ്മ്യൂണിസ്റ്റുകളുമായി അടുത്ത ബന്ധം പുലർത്തിയിരുന്ന സൺ യാറ്റ് സെൻ 1925 മരണപ്പെട്ടു. സൺ യാറ്റ് സെന്നിന്റെ മരണത്തെ തുടർന്ന് അധികാരത്തിലെത്തിയ ചിയാങ് കൈഷക് കൽക്കരി, ഇരുമ്പ് തുടങ്ങിയവയുടെ ഉൽപാദനം, ബാങ്കിംഗ്, ഇൻഷുറൻസ്, വിദേശ വ്യാപാരം എന്നിവ വിദേശ ശക്തികൾക്ക് തുറന്നുകൊടുത്തു. തൽഫലമായി എല്ലാ മേഖലകളും വിദേശ ശക്തികൾ നിയന്ത്രിച്ചു. ഇതിലൂടെ അവർ വൻതുക ചൈനയിൽ നിന്ന് കൈവശപ്പെടുത്തി. ഈ നയങ്ങളെ മാവോ സേതുങ് നേതൃത്വത്തിൽ ഉള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടി എതിർത്തു. ചുവപ്പ് സേന ഇത്തരം ചെറുത്തുനിൽപ്പുകൾക്ക് നേതൃത്വം നൽകി. 1934 കർഷകരെയും തൊഴിലാളികളെയും സംഘടിപ്പിച്ചുകൊണ്ട് മാവോ സേതുങ് തന്റെ പ്രസിദ്ധമായ ലോങ് മാർച്ച് സംഘടിപ്പിച്ചു. 1934 ലോങ് മാർച്ച് മാവോ സേതുങ്ങിന്റെ നേതൃത്വത്തിൽ. ഇതിന്റെ സവിശേഷതകൾ എന്തെല്ലാം വന്ന്? 11 പ്രവിശ്യകളിലെ പ്രഭുക്കന്മാരിൽ നിന്ന് കൃഷിയിടങ്ങൾ മോചിപ്പിച്ച് കർഷകർക്ക് നൽകി. 1893 ഡിസംബർ 26 മാവോ യിച്ചാങ്ങിന്റെയും പെൻക്വി മേയിയുടെയും പുത്രനായി ഷാവോ ഷെനിൽ ജനിച്ചു. ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സ്ഥാപക അംഗങ്ങളിൽ ഒരാളായിരുന്നു മാവോ സേതുങ്. ലോങ് മാർച്ചിന് നേതൃത്വം നൽകിയ ഇദ്ദേഹം പീപ്പിൾസ് റിപ്പബ്ലിക് ഓഫ് ചൈനയുടെ സ്ഥാപകനുമാണ്. സാക്ഷരത, സ്ത്രീകളുടെ അവകാശങ്ങൾ, ആരോഗ്യ സംരക്ഷണം എന്നിവ മെച്ചപ്പെടുത്തിക്കൊണ്ട് ചൈനയെ ലോകരാജ്യങ്ങൾക്കിടയിൽ മുൻനിരയിൽ എത്തിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. 1949 ഏപ്രിൽ 21 കുമിന്താങ് ഗവൺമെന്റിന്റെ തലസ്ഥാനമായിരുന്ന നാങ്കിങ് ചുവപ്പ് സേന പിടിച്ചെടുത്തു. തുടർന്ന് ഒക്ടോബർ 1 മാവോ സേതുങ്ങിന്റെ നേതൃത്വത്തിൽ ചൈനയെ ജനകീയ റിപ്പബ്ലിക്കായി പ്രഖ്യാപിച്ചു. മാവോ സേതുങ്ങിന്റെ നേതൃത്വത്തിൽ നിരവധി സാമ്പത്തിക പരിഷ്കരണങ്ങൾ ചൈനയിൽ നടപ്പിലാക്കി. അവ മഹത്തായ മുന്നോട്ടുള്ള കുതിച്ചുചാട്ടം എന്ന് പേരിൽ അറിയപ്പെട്ടു. ദ ഗ്രേറ്റ് ലീപ്പ് ഫോർവേഡ് എന്ന പേരിൽ അറിയപ്പെട്ടു. ഇത്തരത്തിലുള്ള നടപടികളിലൂടെ ലോകരാജ്യങ്ങൾക്കിടയിൽ ചൈന സുപ്രധാന ശക്തിയായി വളർന്നു. വിപ്ലവത്തിന്റെ ഫലങ്ങൾ എന്തായിരുന്നു? ചൈനയിലെ വിദേശാധിപത്യം അവസാനിച്ചു. ലോകരാജ്യങ്ങൾക്കിടയിൽ സോഷ്യലിസ്റ്റ് ആശയങ്ങൾ വ്യാപകമാക്കുന്നതിൽ കാരണമായി. കൃഷിഭൂമി കർഷകർക്ക് ലഭിച്ചു. ചൈന ജനകീയ റിപ്പബ്ലിക്കായി. സാമ്രാജ്യത്വ മുതലാളിത്ത ശക്തികൾ ലോകരാജ്യങ്ങൾക്കിടയിൽ നടത്തിയ ഇടപെടലിന്റെ ഭാഗമായി സ്വാതന്ത്ര്യം നിഷേധിക്കപ്പെട്ട ജനത നടത്തിയ ചെറുത്തുനിൽപ്പുകളെ കുറിച്ചാണ് ഈ അധ്യായത്തിൽ നമ്മൾ പറഞ്ഞത്. ഈ വിപ്ലവങ്ങൾ ജനാധിപത്യം, സോഷ്യലിസം എന്നീ ആശയങ്ങൾ ലോകരാജ്യങ്ങൾക്കിടയിൽ ആഴത്തിൽ വേരൂന്നുന്നതിന് സഹായിച്ചു. വിപ്ലവ കാലഘട്ടത്തിൽ ഉയർന്നു വന്ന ആശയങ്ങളും ചിന്താധാരകളും ആധുനിക ലോകത്തിന്റെ വളർച്ചയ്ക്ക് കാരണമായി. ഇത്രയായിരുന്നു ചാപ്റ്റർ. താങ്ക് യു.